ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് കടക്കാം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായി 5 രീതിയിൽ സെൻറ്റൻസുകൾ എഴുതുന്ന പഠിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു എക്സസൈസും കൊടുത്തിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ അതിൻ്റെ റെസ്പോൺസും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അന്നത്തെ കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒന്ന് നോക്കാം. ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും അവസാനവും എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. മറക്കാതെ ഓരോ എക്സസൈസും ചെയ്യുക, എന്നിട്ട് അത് കമൻസ് ആയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ക്ലാസ്സിലേക്ക് എന്ന് പറയുമ്പോൾ ടു ക്ലാസ് ആണെന്ന്. അത് ഓക്കെ. ചിലർ ആൻസേഴ്സ് എഴുതുന്നതിനകത്ത് അമ്മയെ സഹായിച്ചു എന്നുള്ളത് ഐ ഹെൽപ്പ് ടു മദർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ ഞാൻ അതിനേക്കാൾ ഉപരിയായിട്ട് ആ വെർബാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനും അത് തന്നെ ശ്രദ്ധിച്ച് പറയാണ്. ഞാൻ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. ഐ ഹാവ് ഗോൺ ടു ക്ലാസ്. അപ്പോൾ പോയിട്ടുണ്ട് എന്ന ആ വെർബിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക. ഓക്കെ, ഹാവ് ഗോൺ ആണ് ഇവിടെ. ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയുമ്പം ഐ ഹാവ് ഗോൺ. അവർ ഇവിടെ വന്നിട്ടുണ്ട്. അവൾ ഇവിടെ വന്നിട്ടുണ്ട്. ഹാസ് കം. കമ്മിൻ്റെ തേർഡ് ഫോം കം തന്നെയാണ്. കം, കെയിം, കം. ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്? ഹിയർ ആണ്. ഷീ ഹാസ് കം ഹിയർ. അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവർ കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ വരും. ദേ ഹാവ് ഈറ്റൺ. ഭക്ഷണം എന്താണ്? ഫുഡ്. ദേ ഹാവ് ഈറ്റൺ ഫുഡ്. നീ സ്കൂളിൽ. അപ്പോൾ ആ 3 കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇട്ടത്. ഇനി അടുത്തത് അതിനു മുമ്പുള്ള എല്ലാ ക്ലാസ്സുകളൂടെ മിക്സ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ. നീ സ്കൂളിൽ പോയിരുന്നു. യു വെൻറ്റ്. സ്കൂളിലേക്ക് ടു സ്കൂൾ. യു വെൻറ്റ് ടു സ്കൂൾ. ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നു. വി സ്റ്റഡി. എന്താണ് പഠിക്കുന്നത്? ഇംഗ്ലീഷ്. വി സ്റ്റഡി ഇംഗ്ലീഷ്. നിങ്ങൾ അവരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വലിയ വേർഡൊക്കെ വരുമ്പോൾ സംശയം വരും. പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഉണ്ടെങ്കിൽ ആം ഈസ് ആർ ടീച്ചിങ് ആണ് അല്ലേ. എന്നാൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വരുമ്പോൾ വാസ് അല്ലെങ്കിൽ വെയർ ടീച്ചിങ്. ഇവിടെ യു ആണ്. അതുകൊണ്ട് എന്താണ്? യു വെയർ ടീച്ചിങ് ദം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആൻസർ ഐ ഹാവ് ഗോൺ ടു ക്ലാസ്. ഷി ഹാസ് കം ഹിയർ. They have eaten food. You went to school. We study English. You were teaching them. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ പഠിച്ചത്, അതായത് ഈ 2-3 ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചതിൻ്റെ വളരെ വ്യക്തമായ എക്സസൈസാണ്. മിക്കവാറും നല്ല രീതിയിൽ റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവരെ ഈ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോസ്, ഇതിനു മുമ്പുള്ള വീഡിയോസ് ഒന്ന് കാണുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ അതിൻ്റെ ഡൗട്ട്സും സജഷൻസും എക്സസൈസും ഒക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ നിങ്ങൾ മറക്കാതെ തന്നെ ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പഠിച്ചത് പോകുന്നു അല്ലെങ്കിൽ സ്നേഹിക്കുന്നു എന്ന വേർബ് തന്നെ എടുക്കാം. സ്നേഹിക്കുന്നു എന്നതിനെ ലവ് ഓർ ലവ്സ് പറഞ്ഞു ഇല്ലേ. ഐ ലവ്, ഹി ലവ്സ്. സ്നേഹിക്കുന്നു അല്ലേ. എന്നാൽ സ്നേഹിച്ചിരുന്നു, അതായത് മുമ്പ് നടന്നത് എങ്ങനെ പറഞ്ഞു? ലൗഡ്. ഐ ലൗഡ്, ഹി ലൗഡ്, വി ലൗഡ്, ദേ ലൗഡ്. ഏത് സബ്ജക്റ്റ് വന്നാലും ലൗഡ് ഡിഡ് ഫോം തന്നെ. സ്നേഹിക്കും എന്ന് പറഞ്ഞപ്പോൾ ഐ വിൽ ലവ്, ഐ ഷോ ലവ്, ഹി വിൽ ലവ്, ഇങ്ങനെ പറഞ്ഞു ഇല്ലേ. സ്നേഹിക്കും. ഇപ്പോൾ സ്നേഹിച്ചിട്ടുണ്ട് എന്നെങ്ങനെയാണ് പറഞ്ഞത്? അറിയാമല്ലോ. ഹി ഹാസ് ലൗഡ്. ഇനി ഐ ആണെങ്കിൽ ഐ ഹാവ് ലൗഡ് അല്ലേ. അപ്പോൾ സ്നേഹിച്ചിട്ടുണ്ട് എന്നായി. എന്നാൽ ഇനി നമുക്ക് പഠിക്കേണ്ടത് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മുമ്പ് പഠിച്ച പോലെ തന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് ഞാൻ പറഞ്ഞു ഐ ആം സ്റ്റഡിയിങ് ഓർ ഹീ ഈസ് സ്റ്റഡിങ്, അതായത് ആം, ഈസ്, ആർ വെച്ചിട്ട് പറഞ്ഞു. എന്നാൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വരുന്നപ്പോൾ എന്തു പറഞ്ഞു? ഈ ആം, ഈസ്, ആറിൻ്റെ പാസ്റ്റായ വാസ് ഓർ വെയർ അല്ലേ, പ്ലസ് ING പറഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾ സ്ക്രീനിലൂടെ ശ്രദ്ധിക്കുക, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ആകുന്നു എന്ന ആമീസാറ് ആയിരുന്നു എന്ന് വന്നപ്പോഴത്തേന് എന്തായി?
വാസ് ഓർ വേറായി. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഹാസ് ഹാവ് സ്റ്റഡീഡ്, ഹാസ് ഓർ ഹാവ് സ്റ്റഡീഡ് വന്നപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഈ ഹാസ് ഓർ ഹാവ് സ്റ്റഡീഡ് എന്നത് ഇപ്പോൾ പഠിച്ചിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. എന്നാൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആ കാര്യം എന്തോ ഒരു കാര്യം നടക്കുന്ന സമയത്ത് അത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹാസ് ഓർ ഹാവിനെ നമ്മൾ എന്താക്കി മാറ്റണം? യെസ്, നമ്മൾ ഹാഡാക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ ഹാസ് സ്റ്റഡീഡ് അല്ലെങ്കിൽ ഹാവ് സ്റ്റഡീഡ് പഠിച്ചിട്ടുണ്ട് എന്നത് എന്തായി മാറണം? ഹാഡ് സ്റ്റഡീഡായി മാറണം. ഓക്കെ, അപ്പോൾ ഇവിടെ സംശയത്തിന് ഒരു പഴുതുമില്ല. അതായത് ഹാസും ഹാവും വരുമ്പം വെർബിൻ്റെ തേർഡ് ഫോമാണ്. അതുപോലെ തന്നെ ഹാഡ് വരുമ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് വെർബിൻ്റെ തേർഡ് ഫോമാണ്. അത് മറക്കാതിരിക്കാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏതാണോ നമ്മൾ മുമ്പേ പറഞ്ഞത്, അതായത് പഠിച്ചിട്ടുണ്ട് എന്നതിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാക്കി മാറ്റുന്നു. ഞാനിപ്പോൾ ഒരു ഫോം മാത്രമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാനും അത് മറന്നു പോകാതിരിക്കാനുമാണ്. അപ്പോൾ ഈ ഹാസ് ഹാവിനെ കമ്പൈൻ ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഹാസ് സ്റ്റഡീഡ് പഠിച്ചിട്ടുണ്ട്, ഹാവ് സ്റ്റഡീഡ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാഡ് സ്റ്റഡീഡ് എന്ന് പറയുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് അത് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഐ ഹാഡ് സ്റ്റഡീഡ്, ഹി ഹാഡ് സ്റ്റഡീഡ്, ഷി ഹാഡ് സ്റ്റഡീഡ്, ദേ ഹാഡ് സ്റ്റഡീഡ്, വി ഹാഡ് സ്റ്റഡീഡ് എന്നിങ്ങനെ ഏത് സബ്ജക്റ്റ് വന്ന്, അതായത് ആരെപ്പറ്റി പറഞ്ഞാലും അവിടെ ഹാഡ് തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, കൂടെ പറയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് V3 എന്നത് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം. അതായത് ഇപ്പോൾ നമ്മൾ പറയാണ് മുമ്പൊരു കാര്യം നടക്കുന്നു, ആ കാര്യം നടക്കുന്ന സമയത്തിന് ഒരു കാര്യം, ഇപ്പോൾ ഞാൻ പറയാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി, ഞാൻ മിക്കവാറും ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയി കഴിഞ്ഞു. അപ്പോൾ ഇത് രണ്ടും മുമ്പ് നടന്ന കാര്യമാണല്ലേ. അപ്പോൾ മുമ്പ് നടന്ന രണ്ട് കാര്യങ്ങൾ പറയുകയും അതിലാദ്യം നടന്ന കാര്യത്തെ പറയുമ്പോൾ അവിടെ നമ്മൾ ഹാഡ് പ്ലസ് V3 ഉപയോഗിക്കണം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സെൻറ്റൻസിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. വെൻ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ, ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. വെൻ എന്ന് പറയുന്നത് എപ്പോഴാണോ അപ്പോൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോണേ. അപ്പോൾ വെൻ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ, ഞാൻ എപ്പോഴാണോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് അപ്പോൾ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ലീവ് എന്ന് വെച്ചാൽ പോവുക, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ വേർഡ് V3 ആണ്, ലീവിൻ്റെ തേർഡ് ഫോമാണ്. അപ്പോൾ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്, ട്രെയിൻ പോയി കഴിഞ്ഞു. കണ്ടോ? അപ്പോൾ ഇവിടെ രണ്ടും പാസ്റ്റിൽ നടന്ന കാര്യമാണ്, മുമ്പ് സംഭവിച്ച കാര്യമാണ്. പക്ഷേ ആ മുമ്പ് സംഭവിച്ച കാര്യത്തിൽ ആദ്യം നടന്നത് ഏതാണ്? ട്രെയിൻ പോയതാണ് അല്ലേ. രണ്ടാമതാണ് ഞാൻ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. അപ്പോൾ നമുക്ക് പറയാം വെൻ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. അപ്പോൾ അത് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇത് പഠിക്കുന്ന കുട്ടികൾക്കും നമ്മുടെ സാധാരണ സംഭാഷണത്തിലും എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഫോമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ വെൻ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. അവിടെ മനസ്സിലായല്ലോ ഒന്നാമത് നടന്ന കാര്യം ഏതാണ്? ട്രെയിൻ പോയതാണ്. അതുപോലെ നോക്കൂ, വെൻ ദ ടീച്ചർ ഹാഡ് എൻറ്റേർഡ് ദ ക്ലാസ് റൂം സ്റ്റുഡൻസ് ബിക്കെയിം സൈലൻറ്റ്. അപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ കയറിയപ്പോഴേക്ക് കുട്ടികൾ സൈലൻ്റ് ആയി. അപ്പോൾ ആദ്യം നടന്ന ഏതാണ്? ടീച്ചർ ക്ലാസ്സിൽ കയറിയതാണ്. വെൻ ദ ടീച്ചർ ഹാഡ് എൻറ്റേർഡ് ദ ക്ലാസ് റൂം ദ സ്റ്റുഡൻസ് ബിക്കെയിം സൈലൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് പറയാൻ ഞാനിപ്പോൾ 1-2 എക്സസൈസുകൾ തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? ഹാഡ് പ്ലസ് V3, അതായത് പോയിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു, സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്? ഹാഡ് ഹെൽപ്ഡ്, വന്നിട്ടുണ്ടായിരുന്നു, ഹാഡ് കം, പോയിട്ടുണ്ടായിരുന്നു, ഹാഡ് ഗോൺ, ദെൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു, ഹാഡ് ഹെൽപ്ഡ്. അവിടെ ഐ ആയാലും യു ആയാലും വി ആയാലും ദേ ആയാലും
ഒക്കെ ഏതാണ് ഈ ഒരൊറ്റ, അതായത് നമ്മൾ മുമ്പേ ദേ ലൗഡ്, ഹീ ലൗഡ്, ഷീ ലൗഡ് എന്ന് പറഞ്ഞ പോലെ ഹാഡിന് നമുക്ക് പ്രത്യേകിച്ച് സബ്ജക്റ്റുകളൊന്നും ഇന്നത് കൂടെ യോജിപ്പിക്കണം എന്നൊന്നുമില്ല. ഏത് സബ്ജക്റ്റ് ആയാലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഹാഡ് പ്ലസ് V3 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം. ഇനി അടുത്ത എക്സസൈസ് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഞാൻ ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. അവൻ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നെ എന്ന് പറയുമ്പോൾ മീ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ദെൻ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. ദെൻ അവൻ അവൻ്റെ അമ്മയെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. ദെൻ അവൻ വരുന്നുണ്ടായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അവൻ വന്നിട്ടുണ്ടായിരുന്നു. നീ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യനുകൾ ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങളിതിൻ്റെ ആൻസേഴ്സ് എഴുതി കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആ ആൻസേഴ്സ് ഇത് ടൈപ്പ് ചെയ്യാൻ നിങ്ങൾ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഡൗട്ട്സൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ ഏതിലെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും നിങ്ങൾ വീഡിയോകൾ നോക്കി നിങ്ങളുടെ ഡൗട്ടുകൾ നിവാരണം നടത്തുക. ഒപ്പം തന്നെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.